ഹായ് everyone, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പാലപ്പം, ദോശ, ചപ്പാത്തി, പൊറോട്ട ഇതിലേക്കൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള വെള്ളക്കടല കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 2 സവാള കുഞ്ഞായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കണം ഈ ഒരു സമയത്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്ന സമയത്ത് ഒരു ടൊമാറ്റോ കുഞ്ഞായി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു വലിയ പൊട്ടറ്റോ ചതുര കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് മാത്രം. അപ്പോൾ അതും കൂടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളക്കടല നന്നായിട്ട് വാഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ കടല ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആ ഒരു ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ചൂട് വെള്ളമാണ്, അല്ലെങ്കിൽ തിളച്ച വെള്ളമായിരുന്നാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമാണ്. അപ്പോൾ ആ ഒരു കടല മുങ്ങി കിടക്കുന്ന വിധത്തിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ബാക്കി ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞതും ഒരു വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കട്ടെ, എങ്കിലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഗ്രാമ്പു, വളരെ കുഞ്ഞ് കഷ്ണം പട്ട, ഒരു ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 6 മുതൽ 10ഓളം കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനി കാഷ്യൂ നട്ടിൽ എന്നുണ്ടെങ്കിൽ ബദാം കുതിർത്തതായിരുന്നാലും മതി. അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതായിട്ട് തന്നെ അരച്ചെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ വിസിലെല്ലാം പോകാനായിട്ട് എയറെല്ലാം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ കുക്കറിനനുസരിച്ചായിരിക്കും കേട്ടോ ഓരോ വിസിലിൻ്റെ എണ്ണവും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അതായത് കടല ഇങ്ങനെ തൊടുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന വിധത്തിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവൻ കടലയും ഇതുപോലെ ഉടച്ചു കൊടുക്കണ്ട, എന്നാൽ കുറച്ച് കടല നമുക്കിതുപോലെ ഉടച്ചെടുക്കാൻ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒരു തവി കടല എടുത്തിട്ട് ഉടച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല കുറുമയാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ദോശക്കായിരുന്നാലും ഇടിയപ്പത്തിനായിരുന്നാലും അതുപോലെ തന്നെ പൊറോട്ട, ചപ്പാത്തി, പത്തിരി ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഞാനതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ വെള്ളക്കടല കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.